ണോ? മരണം എല്ലാവർക്കും ഇല്ലേ? ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാലും ഉള്ളിലെ പേടി കൊണ്ട് പറയും നമ്മൾ, യമൻ വന്ന് കയറും പോത്തുമായിട്ട് വരും. യമൻ നമ്മളെ പിടിച്ചു കെട്ടാനായിട്ട് വരും. ആ വരുന്ന സമയത്ത് യമനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി മാർക്കണ്ഡേയനെ രക്ഷിച്ച പോലെ എന്നെ രക്ഷിക്കണേ എന്ന് യേശുദാസം പാടിയിട്ടുണ്ട്. അവിടെ മാർക്കണ്ഡേയെ പോലെ എന്നെ കാക്കണേ എന്നാണ്. പക്ഷേ അത് മനുഷ്യൻ്റെ ഒരു മിഥ്യാധാരണയാണ്. മരണത്തിൽ നിന്ന് നമുക്ക് അവരെ ഒരിക്കലും ഭക്തജനങ്ങൾ നമുക്ക് മനസ്സിലാക്കുക, മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. മരണമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കിട്ടുന്ന കുറഞ്ഞ കാലയളവ് പരോപകാരത്തിന് വേണ്ടി പരോപകാരം ചെയ്തുകൊണ്ട് വളരെ അർത്ഥവത്തായി ജീവിച്ചാൽ ആ ഭയങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ്. മരണത്തെ ഭയപ്പെടേണ്ടി വരിക. കാരണം നമുക്ക് മാറ്റാൻ കഴിയാത്തൊരു കാര്യത്തെ നമ്മൾ ഭയപ്പെടുന്നത്. ഇവിടെ ജനങ്ങൾ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ആശ്വാസ ശീതളവരാസു പ്രയോജനതോയി, ആ മേഘജ്വലിച്ചു നിൽക്കുന്ന ആ മേഘജ്വാല കൊണ്ടെങ്കിൽ മേഘത്തിൻ്റെ പിന്നെ ചേതോകരമായിട്ടുള്ള ആ സൃഷ്ടിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്? അത് ആശാസിതാപ്തി, ആശയ്ക്ക് ആപ്തി ഉണ്ടായി. ജനങ്ങളുടെ എല്ലാം ആശ, ആഗ്രഹം, അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഭഗവാൻ സ്ഥാപിച്ചു കൊടുത്തു. അവര് കുറേ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഇതിൽ നിന്ന് രക്ഷ നേടണേ എന്നാണ്. പല നാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാൾ നമുക്കതിനുള്ള ഫലം കിട്ടുമെന്നാണ്. ചിലപ്പോൾ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ ആയിരിക്കും കിട്ടുക. ഇത്തരം കിട്ടിയില്ലെങ്കിൽ അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ്, കർമ്മത്തിൻ്റെ ഫലമാണ്, ചിന്തയുടെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരെയും നമ്മൾ കുറ്റം പറയണ്ട. അത് നമുക്ക് വരുന്നത് ഇവിടെ പറയുന്ന പോലെ തന്നെ ജനങ്ങൾ ആഗ്രഹിച്ച പോലെ സജ്ജനങ്ങൾ എങ്ങനെയുള്ള ആളുകളാണ്? സജ്ജനേഷു എന്നാണ് അവിടെയാണ് പോയിന്റ്. എല്ലാവരും പറഞ്ഞാൽ ദൈവം കേൾക്കില്ല. സജ്ജനങ്ങൾ പറയണം. എന്താ സജ്ജനങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുകയും അതേപോലെ തന്നെ വാക്കുകൾ പറയുകയും ചെയ്ത ഈ മൂന്നിലും വേണം. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ സജ്ജനങ്ങളാണെങ്കിൽ ചെയ്യുന്നതൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ചിത്തശുദ്ധിയോടെ ചെയ്യുമ്പോഴാണ് ഒരു ജനം സജ്ജനമാകുന്നത്. സജ്ജനങ്ങളായ ആളുകൾ മാത്രമേ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുള്ളൂ. ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരോ യുക്തിവാദികളോ അതേപോലുള്ള ആളുകൾ ഒരിക്കലും ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കാറില്ല. അവയെ കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ദൈവത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ പെടില്ല. ഇവിടെ ഭട്ടതിരിപ്പാട് എടുത്തു പറയുകയാണത് ആശ്വാസ്യ ശീതളരാസു പ്രയോജനോയി ആശ്വാസിതാപ്തി വിവശേഷുത സജ്ജനേഷു എന്നാണ്. സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളുടെ, ചിത്തശുദ്ധിയുള്ള ആളുകളുടെ കർമ്മവും വചസ്സും ചിന്തയും നല്ല ശുദ്ധമായി ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ഭഗവാന്റെ ജന്മം. ഇനി എന്താണ്? നൈശാകരോദയവിധൗ. എന്താണ് നൈശാകരോ? അതായത് നിശാകാരനായിരിക്കുന്ന ചന്ദ്രൻ. അപ്പം ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട് അവിടെ. ആ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണ്, അത് നിശാകാരനാണ്. ചന്ദ്രൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്രൻ എപ്പോഴും കുളിർമ നൽകുന്നയാളാണ്. അവിടെ പറഞ്ഞു ജനന സമയത്ത് നല്ല കുളിർമയുണ്ടായിരുന്നു എന്ന്. ആ കുളിർമയ്ക്കുള്ള കാരണം അവിടെ നിൽക്കുന്ന മഴ പെയ്യാൻ വെമ്മി നിൽക്കുന്ന കാർമേഘത്തിൻ്റെ സാന്നിധ്യവും പിന്നെ പൂർണ്ണചന്ദ്രൻ്റെ ആ പ്രസൻസുമായിരുന്നു. അതായത് ആകാശഗോളങ്ങൾ, ജ്യോതിർഗോളങ്ങൾ വരെ ഭഗവാന്റെ ജനന സമയത്ത് അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും ആശംസിക്കുവാനും ആ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനും മുന്നിട്ട് നിന്നു എന്നാണ്. ഈവൻ ദ ആസ്ട്രോണമിക്കൽ ഫിഗേഴ്സ് കെയിം ടു ദ കൺസോലേഷൻ ഓഫ് ദി പീപ്പിൾ അനൗൺസിങ് ദാറ്റ് ഗോഡ് ഹാസ് ബോൺ. ദൈവം ജനിച്ചു കഴിഞ്ഞു എന്ന വിവരം അറിയിക്കുവാൻ ആകാശഗോളങ്ങളൊക്കെ തയ്യാറായി. അസ്തമിക്കേണ്ട സമയമായിട്ടും ആരും അസ്തമിക്കുന്നില്ല. എല്ലാവരും ഭഗവാന്റെ ആ ജന്മത്തെ ആഘോഷിക്കുകയാണ് അവിടെ. അത് അത്രമാത്രം ജനങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആ ജന്മത്തിന് പിന്നിലുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമായിട്ട് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ലോകരക്ഷകനായ അങ്ങ് അല്ലെങ്കിൽ വിഭോ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇനി നിശിമധ്യമായ ആ സമയത്ത് ജനനസമയത്തിൻ്റെ സമയം പറയുകയാണ്. എപ്പോഴാണ്? നിശി, രാത്രി, മധ്യമായ, അതായത് രാത്രിയുടെ പകുതി, അതായത് അർദ്ധരാത്രിക്കാണ് ഭഗവാന്റെ ജനനം. പകലെന്ന് പറയാൻ പറ്റില്ല, രാത്രി എന്ന് പറയാൻ പറ്റില്ല, സന്ധ്യ എന്ന് പറയാൻ പറ്റില്ല, പ്രഭാതമെന്ന് പറയാൻ പറ്റില്ല, പ്രദോഷമെന്ന് പറയാൻ പറ്റില്ല, ഇത്ര നാഴിക വിനാഴിക എന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് ആ മധ്യമത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അർദ്ധരാത്രിയിൽ എന്ന് നേരത്തെ വായിച്ചു. അദ്ദേഹം പറഞ്ഞു
വേണുഗോപാൽ പറഞ്ഞു അർദ്ധരാത്രിയിൽ കൃഷ്ണൻ ഭുജാതനായി എന്ന് നേരത്തെ കേട്ട ആ പാട്ടിലുണ്ട്. ആ കറക്റ്റ് അർദ്ധരാത്രിയാണ്. അതിനും കളങ്കമില്ലാതെ നിഷ്കാമനായിട്ട് ജനിക്കുന്നയാളാണ് അദ്ദേഹം. ഇനി എന്താ അത് കഴിഞ്ഞോ? ക്ലേശാപസ് ജഗതാം എന്നാണ് അദ്ദേഹം എന്തിനാ ജനിച്ചിരിക്കുന്നത്? ക്ലേശാപഹസ്ത്രി ജഗതാം എന്നാണ്. ഈ 3 ലോകങ്ങളുടെയും അല്ലെങ്കിൽ സർവ്വലോകങ്ങളുടെയും ക്ലേശങ്ങളെ എന്ത് ചെയ്യണം? അവസ്ഥ, അതായത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ലോകത്ത് എന്തെല്ലാം ദുഃഖങ്ങൾ മനുഷ്യർക്കുണ്ടോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കുണ്ടോ ആ ദുഃഖങ്ങളെ മുഴുവനും ദൂരീകരിക്കുന്നതിന് വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ത്വമിഹ വിരാസി, അങ്ങ് ത്വം വിരാസി ആവിർഭവിച്ചു. ഇപ്പം ഭഗവാന്റെ ആ ജനനത്തിന് മാറ്റുകൂട്ടുന്ന സംഭവങ്ങൾ അവിടെ പറഞ്ഞത്, ഒന്ന് ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നു, കാർമേഘങ്ങൾ കുളിർമ കൊടുത്തു. കാർമേഘത്തിൻ്റെയും ചന്ദ്രൻ്റെയും ആ കുളിർമ കൊണ്ട് ആ സമയം മുഴുവനും അധികം ചൂടില്ലാത്ത നല്ല കുളിർമയുള്ള ഒരവസ്ഥയായിരുന്നു ഭഗവാന്റെ ജനനസമയത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജനനത്തിന് കാരണം എന്താണ്? നല്ല സജ്ജനങ്ങളായ ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരു അവതാരം ഉണ്ടാകണം. അങ്ങനെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം, അഭ്യർത്ഥന പ്രകാരമാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് എന്ന് മേൽപ്പത്തൂർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജനന സമയം അർദ്ധരാത്രിയാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ സമയത്ത് അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രവർത്തനങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം നിഷ്പക്ഷമായിരിക്കുമെന്ന് നമ്മൾ വ്യംഗ്യമായി സൂചിക്കണം. ക്ലേശാപഹസ്തകനാമെന്നാണ്. ഭാരതീയരുടെയോ പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ അമേരിക്കയുടെയോ ദുഃഖങ്ങൾ മാറ്റാനല്ല അദ്ദേഹം ജനിച്ചിരിക്കുന്ന എന്തിനുണ്ട്? ത്രിജഗതാമെന്നാണ്. 3 ലോകത്തിൻ്റെയും ദുഃഖങ്ങളാണ്. അത് ഏത് ഭൂഖണ്ഡമാകട്ടെ, ഭൂലോകമാകട്ടെ, പാതാളമാകട്ടെ, സ്വർലോകമാകട്ടെ, സുവർലോകമാകട്ടെ, അതലമാകട്ടെ, വിതലമാകട്ടെ, മഹാതലമാകട്ടെ, ഏത് ലോകത്തുള്ള ജനങ്ങളുടെയും തരാതരങ്ങളുടെയും ദുഃഖങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലോകദൈവമായ ഭഗവാൻ അവിടെ ഭൂജാതനായി. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭാരതീയരുടെ മാത്രം ദൈവമാണ് ഭഗവാൻ എന്ന് നമ്മൾ പറയരുത്. ലോകത്തിൻ്റെ മുഴുവനും തന്നെ രക്ഷകനായിട്ടാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സർവ്വലോകങ്ങളുടെയും സകല വേറെയായിരിക്കുന്ന മഹത്വമാണ് ഇദ്ദേഹത്തിന് വിരാടാകുന്ന ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് ആ ബ്രഹ്മാണ്ടത്തെ സംരക്ഷിക്കുവാനുള്ള ചുമതലയാണ് ഭഗവാന് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും താങ്ങി നിർത്താനും അതിനെ സംരക്ഷിക്കുവാനും അതിനെ പരിപാലിക്കുവാനും ഉള്ള ശക്തിയോടുകൂടി, അധികാരത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടിയാണ് ദൈവം ജനിച്ചത്. ആരുടെയും മോണോപ്പൊളിയല്ല ദൈവം. അവിടെ നമുക്ക് പറയേണ്ടി വരും, ഈശ്വരവിശ്വാസികൾ വിചാരിക്കും ഈശ്വരൻ അവരുടെ മാത്രമാണെന്ന്. അല്ല, നിരീശ്വരവാദികൾക്കും ഈശ്വരൻ്റെ സഹായം ഉണ്ടാവും. കാരണം ഭഗവാന് ശത്രുവില്ല എന്നാണ്. തന്നെ വിശ്വസിക്കും, തന്നെ പഴി പറയുന്ന ആ ഈശ്വരനെ പഴി പറയുമ്പോഴും ആ പഴി പറയുന്നയാള് ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണനും ക്രിസ്തുവും എന്ന് ഒരു പുസ്തകം എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ കൃഷ്ണനും ക്രിസ്തുവും നബിയും അല്ലെങ്കിൽ അള്ളാവും. ആ എഴുതുന്ന ആൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കുന്നയാള് ഒരു പ്രാവശ്യം കൃഷ്ണൻ എന്നുള്ള പദം പറഞ്ഞോ, എഴുതിയോ? ക്രിസ്തു എന്ന പദം എഴുതിയോ, പറഞ്ഞോ? അപ്പൊ നെഗറ്റീവ് സെൻസിലോ പോസിറ്റീവ് സെൻസിലോ ഭഗവാന്റെ പേര് പറഞ്ഞാൽ ആ ഒരു പ്രാവശ്യം അത് പറയുന്നതിൻ്റെ മെച്ചം, ഗുണം ആ പറയുന്നയാൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോലും ലഭിക്കുമെന്നാണ്. ഗീത പ്രത്യേകിച്ച് ആ ഭഗവത്ഗീത നമ്മൾ പഠിച്ച കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, അർജുനോട് പറയുന്നുണ്ട്, എന്നെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എന്നോടിങ്ങനെ വൈരാഗ്യം കാണിക്കുന്ന, ഞാനില്ല എന്ന് പറയുന്ന, എന്നെ മാനിക്കാത്ത ആളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെയും ഞാൻ രക്ഷിക്കുമെന്നാണ്. ഒരു കാര്യം അർജുനോട് പറഞ്ഞുള്ളൂ, എന്നിൽ വിശ്വാസം ആളുകളെ വിശ്വാസമില്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തി ഈ ഗീതയ്ക്ക് ഉപദേശിച്ച് വെറുതെ സമയം കളയരുത്, അതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ്. അപ്പോൾ എല്ലാവർക്കും സമഭാവനയോടുകൂടിയിട്ടുള്ള രൂപമാണ് ഭഗവാനിൽ നിന്ന് കിട്ടുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരെയും ഒരേപോലെ ഭഗവാൻ കൊന്നിട്ടുള്ള എല്ലാ ആളുകളെയും നോക്കുക, എല്ലാവരെയും രക്ഷിച്ച് എല്ലാ ആളുകളെയും അദ്ദേഹം സ്വർഗ്ഗലോകത്തേക്കോ വൈകുണ്ഠത്തിലേക്കോ അയക്കുകയാണ് ചെയ്തത്. ശത്രുവാണ് എന്ന് കരുതി അവരെ നരകത്തിലേക്ക് വിടാൻ അദ്ദേഹം ഓർഡർ ഇട്ടോ? ഇല്ല. എല്ലാവരും പോയത് മഹാബലി ആയാലും ശരി, പ്രഹ്ലാദനായാലും ശരി, നരകാസുരനായാലും ശരി,
ഇനി കശ്യപനായാലും ശരി എല്ലാവരെയും അദ്ദേഹം രക്ഷിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പം ഒന്ന് വായിച്ചു നോക്കുകയെന്നുകൂടി. ആശാസ് ശീതളരാസു പയോദതോയൈ ആശാസിതാത്തി വിവശേഷു സജ്ജനേഷു. പിന്നെയോ നൈശാകരോദയ വിധം. നൈശാകരൻ നിശാകരനാണ്. അദ്ദേഹത്തെ ചന്ദ്രനെ വിളിക്കുന്നത് നിശാകരൻ. നിശാകാരൻ എന്ന് പറഞ്ഞാൽ നിശയുണ്ടാക്കുന്നയാൾ. രാത്രിയായി നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. രാത്രിയായി നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഇരുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചന്ദ്രോദയം കാണാം. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ്റെ പര്യായമായിട്ട് നമ്മൾ നിശാകാരൻ എന്ന് വിളിക്കും. ആ നിശാകാരൻ്റെ സാന്നിധ്യവും അതുപോലെ കാർമേഘങ്ങളുടെ സാന്നിധ്യവും ജനങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള, വളരെ ആർജവമായിട്ടുള്ള ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത്. ഇനി ആ ജനിച്ച ഭഗവാന്റെ വപുസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ബാല അവസ്ഥയിലുള്ള ആ കുട്ടിയുടെ ആ ശരീരം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നോക്കൂ. ബാല്യസ്പൃശാരി വപുഷാദിധുഷാ വിഭൂതി. കുറച്ച് വാക്കുകൾ അവിടെ ഉണ്ട്. ബാല്യസ്പൃശാപി എന്ന് വെച്ചാൽ ബാലഭാവങ്ങളോടെ. സ്പൃശം എന്ന് പറഞ്ഞാൽ ഭാവങ്ങൾ, ലക്ഷണങ്ങൾ. കുട്ടിയാണ്, അതുകൊണ്ട് ബാലഭാവമുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? കൈകാലിട്ടിങ്ങനെ അടിക്കുമല്ലേ, കരഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഭഗവാൻ കരഞ്ഞതായിട്ട് ഏതായാലും പറയണില്ല ഇവിടെ. കരഞ്ഞു കാണുന്ന ഊഹിക്കുന്ന കാരണം എല്ലാ കുട്ടികളും അങ്ങനെയാണ് കരയുക. പക്ഷെ ഇവർ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് ഒരുപക്ഷെ കരഞ്ഞു കാണില്ല. ഈ കുട്ടി കരയുന്നതിനാണ്? സ്വൈരമായിട്ട് അവിടെ അമ്മയുടെ വയറ്റിൽ ചുരുണ്ടൂടി കിടന്നിരുന്നു. നല്ല ചൂടും പറ്റി, സുഖമായ ഭക്ഷണമുണ്ട്, അപ്പിയിടാം, മൂത്രം ഒഴിക്കാം, ഒരു കുഴപ്പമില്ല, ആരുടെയും ശല്യമില്ലാതെ സുഖമായിട്ട് കഴിഞ്ഞിരിക്കുന്ന ആ കുട്ടിയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ആദ്യത്തെ കരച്ചിലൂടെ ആ കുട്ടി കാണിക്കുന്നത്. ഈ കുട്ടി കരയാഞ്ഞത് അതുകൊണ്ടല്ല, കംസൻ അറിയോ, അതുകൊണ്ടാണ് ഈ കുട്ടി കരയാഞ്ഞ്. അതും ഒരു കാരണം പറയാം. പക്ഷെ ഞാൻ എങ്ങനെയല്ല പറയണത്, ദൈവപുത്രനായതുകൊണ്ടാണെന്നാണ് ഞാൻ പറയണത്. അങ്ങനെ പറയാം. എന്തായാലും അയാൾ കരഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ കരഞ്ഞില്ല എന്ന് പറഞ്ഞു. രുക്മിണിക്ക് കത്ത് കൊടുത്ത പോലെ ഊത്. കത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ എവിടെ പറഞ്ഞിരിക്കുന്നു? അപ്പോൾ ഭഗവാൻ ചോദിച്ചു, കത്ത് കൊടുത്തില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് തർക്ക വിഷയമാണ്. ഏതായാലും കരഞ്ഞു കാണുമായിരിക്കും. ഒരു പ്രാവശ്യം ഭഗവാൻ ആകെ കരഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യമാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണത്? കുചേലനെ കണ്ടപ്പോഴാണ് അല്ലേ? ധീരനായ എന്താവനെ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ്. ധീരനായിരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ടോ കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞിട്ട് വായിക്കുന്ന വഞ്ചിപ്പാട്ടായത് അല്ലേ? ആഴിമകളെടുത്ത്